എന്റെ മാഷെ ഒരു കാര്യം പറഞ്ഞേക്കാം, സുമേഷിനെ പഠിപ്പിക്കുകയാണെങ്കിൽ നാളെ തന്നെ സ്കൂളിൽ നിന്ന് രാജിവെച്ച് പോകും. പക്ഷെ ആ കുരുത്തം കെട്ട കുട്ടിയുടെ അച്ഛനെ വിളിച്ച് ഹെഡ്മാഷ് കാര്യങ്ങൾ പറയാൻ നമ്മളിനി പഠിപ്പിക്കുന്നില്ല. ഹെഡ്മാഷ് എപ്പോ നോക്കിയാലും മറ്റേ സെറ്റപ്പ് അല്ലേ? എന്ത് ബഹളാണ്? ഷാപ്പിലിരുന്നാ കേക്കാല്ല, സ്റ്റോപ്പിൽ നിന്നാ കേക്കാല്ല. ഞങ്ങൾ ഈ സുമേഷിന്റെ കാര്യം പറയണേ. സുമേഷിന് ഈ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റൂല. പിള്ളേരെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടണം പറഞ്ഞിട്ട് കാര്യമില്ല. പിള്ളേരെ പറഞ്ഞു വിട്ട് സ്കൂൾ കൂട്ടി പോയല്ലോ. കുരുത്തം കെട്ട കുട്ടിയുടെ അച്ഛനെ വിളിച്ച് മാഷും സംസാരിക്കേ. സുമേഷിന്റെ അച്ഛൻ ഇന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലൊരു പരിഹാരം ഉണ്ടാക്കാം. അച്ഛൻ ഇന്ന് വരും നാളെ വരുന്നുണ്ട്, ഇതുവരെ വന്നില്ലല്ലോ. നിങ്ങൾ വിവരവും വിദ്യാഭ്യാസമുള്ള അധ്യാപകർ ഇങ്ങനെ അലമ്പുണ്ടാക്കില്ലേ? നിങ്ങൾ പോയി നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തേ, പോയി കിടന്നുറങ്ങാൻ. വേറെ പണിയൊന്നുമില്ലല്ലോ. അധ്യാപകനാന്നും പറഞ്ഞ് കൈക്കൂലിയും കൊടുത്ത് കയറി. അതാരാ? പാണ്ടി വണ്ടി വന്ന പോലെ വന്നുണ്ട്. അവിടെ മാറിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി നോക്കിയിരിക്കും. അങ്ങോട്ട് വാ. ഇവിടെ സാറന്മാരുടെ വേറെ മുഴുവൻ ഞാൻ ഇവിടെ. തന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കള്ളു കുടിച്ചോണ്ട് സ്കൂളിലേക്ക് കയറി വരരുതെന്ന്. എന്തോ എനിക്ക് എങ്ങനെയൊക്കെ വരാൻ പറ്റും? തന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചെന്തിനാണെന്ന് അറിയാമോ? എന്റെ മക്കളെ പഠിപ്പിച്ച് എന്റെ തലക്ക് ഭ്രാന്ത് പിടിച്ച്, അതുകൊണ്ട് വിളിപ്പിച്ചതാ. എന്നെ വിളിപ്പിച്ചെന്തിന്? പിന്നെ അവിടുത്തെ സുകുമാരൻ ഡോക്ടറെ വിളിപ്പിച്ചപ്പോ അതിനകത്തിനാ സുകുമാരൻ ഡോക്ടറെ വിളിപ്പിക്കണേ? പുള്ളിയല്ലേ ഭ്രാന്തിനെ ചികിത്സിക്കുന്നത്? അയ്യോ, തന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടോ. എന്റെ മക്കളെ രാവിലെ കുളിപ്പിച്ച് പൊട്ടും കുത്തി ഇങ്ങോട്ട് വിടുന്നുണ്ടല്ലോ. എന്താ ഇപ്പൊ പ്രശ്നം? എന്റെ മുലക്കലേക്ക് നോക്കി. തന്റെ മോന്റെ ഇംഗ്ലീഷ് പുസ്തക കുത്തഴിഞ്ഞ് കിടക്കണ കിടപ്പ് താൻ കണ്ടോളൂ. ഈ ഇവിടുത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം കംപ്ലീറ്റ് കുത്തഴിഞ്ഞ് കിടക്കുക. അതിനൊരു കുഴപ്പമില്ല. അപ്പോഴെന്റെ മോന്റെ 2ാം ക്ലാസ്സിലെ പുസ്തകം ചുമ്മാ തന്നെ സ്കൂളിന്റെ വരാതിന് വാള് വെച്ച്. എന്റെ സാറേ, ഇയാളവിടെ വെള്ളം അടിച്ച് വാള് വെച്ചിരിക്കുന്നത്. അതാണോ ഒച്ച കേട്ടെ? ഞാൻ വാളൊന്നും വെച്ചില്ല. സ്കൂൾ കോമ്പൗണ്ടിൽ എന്നോട് വാള് വെച്ചത്? എന്റെ പൊന്നു മാഷ, ഞാൻ അവിടെ വാള വെച്ചില്ല. പിന്നെ ഞാൻ അവിടെ ഒരു പരിചയം വെച്ചത്. സാധാരണ വെള്ളം അടിച്ച വാള് വെച്ചെന്നാ ഞാൻ കേട്ടേക്കണേ. പരിചയം വെച്ചെന്ന് കേൾക്കണത് ആദ്യമായിട്ടാ. എന്റെ പൊന്നു മാഷേ, ഇത് വെക്കുമ്പോ വാള്, താഴെ വിടുമ്പോ പരിചയം. ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും വരും. ഇതിപ്പോ എനിക്ക് വെക്കാനേ പറ്റുള്ളൂ. എടോ, മനുഷ്യനായ കുറച്ച് അന്തസ്സായിട്ട് ജീവിക്കാൻ പഠിക്കേ. ഈ കള്ളും കുടിച്ച് വെറുതെ ബാക്കിയുള്ളവന്റെ തല്ലും കൊണ്ട് എന്തിനാ താനിങ്ങനെ ജീവിക്കണേ? അറ്റ്ലീസ്റ്റ് ഇത് എന്നെ പോലെയെങ്കിലും അന്തസ്സായിട്ട് ജീവിക്കും. ഓക്കെ കേട്ടോ, നിങ്ങളുടെ അന്തസ്സൊക്കെ എനിക്കറിയാം കേട്ടോ. എന്റെ അന്തസ്സിന് എന്താ കുഴപ്പം? എന്താ കുറവ്? മാഷാ ശോശാമ്മ ടീച്ചർ എനിക്കറിയാമോ? പോക്കിരിത്തരം പറയട്ടെ, 19 വയസ്സായി എനിക്ക്. ആ പ്രായത്തിന്റെ കാര്യം ആദ്യം മാഷ ആലോചിക്കണം. ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞെന്ന്? മാഷ് ഇത്ര ഈ സ്കൂളിന്റെ അടുത്ത് താമസിക്കുന്ന മാഷ് ഈ ശോശാമ്മ ടീച്ചറിന്റെ വീട്ടിൽ ഇറങ്ങി വരേണ്ട കാര്യം എന്റെ എടോ, ശോശാമ്മ ടീച്ചറുടെ വീട്ടിലേക്ക് 10-16 കിലോമീറ്റർ ദൂരമുണ്ട്. ഇങ്ങോട്ട് വരണ്ടേ നീ 16 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി ഞാൻ വരേണ്ട കാര്യം എന്താണ്? എത്ര കിലോമീറ്റർ? 16 കിലോമീറ്റർ. 16 കിലോമീറ്റർ. ആ 16 കിലോമീറ്റർ. അങ്ങനെ സംസാരിക്കൊന്നും വേണ്ട. കേരളത്തിലെ 10,000 നെല്ലുണ്ടല്ലേ, എല്ലി ഡൽഹിയിൽ നിന്നും വരും കേട്ടോ. അങ്ങനെ കിലോമീറ്റർ. തന്റെ മോന്റെ കാര്യം പറയാനാണ് ഇപ്പൊ വിളിപ്പിച്ചത്. ഈ സ്കൂളിൽ 8ാം ക്ലാസ്സിൽ 8 വർഷമായിട്ട് പഠിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. തന്റെ മോൻ കഴിഞ്ഞ 2 വർഷമായിട്ട് 8ാം ക്ലാസ്സിൽ തോറ്റ് തൊപ്പിട്ട് കിടക്കണം നാണല്ലോടെ അവന്. അത് ശരി, 8 വർഷമായിട്ട് കിടക്കുന്ന സാറിനൊരു നാണോ ഇല്ല? 2 വർഷമായിട്ട് കിടക്കുന്ന എന്റെ പോലെ. ഇത് കള്ള് ഷാപ്പല്ല, സ്കൂളാണ്. ഒരു ഈ സ്കൂളിനെ ഇവിടുത്തെ അധ്യാപകരെ കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്ത് ചെയ്യുന്നതാണ്? ഞാൻ ഇവിടുന്ന് പഠിപ്പിച്ചു വിട്ടേക്കുന്ന പിള്ളേർക്കെല്ലാം നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്. വക്കീല്, ഡോക്ടർ, കളക്ടർ എന്ന് വേണ്ട എല്ലാ കുട്ടികൾക്കും പുരോഗതി ഉണ്ടായിട്ടുണ്ട്. ഈ പുള്ളി പഠിപ്പിച്ചു വിട്ട എല്ലാ പിള്ളേരും വലിയ പുരോഗതി. ഈ പുള്ളിക്ക് മാത്രം ഒരു ഗതിയില്ല. അതുപോലെ തന്നെ നടക്കുക. കുറച്ചാൾ കഴിയുമ്പോൾ എന്റെ പെൻഷൻ എന്ന് പറയാനേ എന്ത് കുറ്റക്കേടാണോ ചെയ്ത് ഇയാളുടെ മോൻ? ഇയാളുടെ മോൻ എന്റെ നെറ്റിയിലേക്ക് കല്ല് വലിച്ചെറിഞ്ഞെന്ന്. എന്നിട്ട് അവൻ ഉന്നം തെറ്റിയോട്ട് കൊണ്ടില്ല. എന്നാ അതെന്റെ മോനല്ല, തന്റെ മോൻ തന്നെ. എന്റെ മോനാന്ന് ഒറ്റ സാറിന് നെറ്റിക്കാൻ അറിയോ? അതുപോലെ ഞാൻ അവനെ പഠിപ്പിച്ചു. ഞാൻ അതൊക്കെ പോട്ടെ, തന്റെ മോനെ ഞാൻ മലയാളമാണ് എടുക്കുന്നത്. മലയാളം ക്ലാസ്സിൽ അവൻ ഒരക്ഷരം പോലും കൂട്ടി എഴുതാൻ അറിയാൻ പാടില്ല. അതവനെ പറഞ്ഞിട്ട് കാര്യം. പിന്നെ ഞാൻ അവനോട് പറഞ്ഞിട്ട് മോനെ, നമ്മൾ കൂട്ടാനും കുറയ്ക്കാനൊന്നും പോകണ്ട, ഉള്ളത് പോലെ വായിച്ചാൽ മതി. അല്ല, തന്റെ മോനെ രാവിലെ കുളിപ്പിച്ച് 2 പൊട്ടും കുത്തി ഇങ്ങോട്ട് വിടണ്ടല്ല. ഇപ്പൊ പിള്ളേർക്ക് ഇവിടെ ബയോളജിക്ക് 3, കെമിസ്ട്രിക്ക് 2, മാത്തമാറ്റിക്സിന് 1.5, ഫിസിക്സിന് 3. ഇങ്ങനെയാണോ പിള്ളേരായ വേണ്ടത്? ഈ ബയോളജിക്കും കെമിസ്ട്രിക്കും ഈ റോബർട്ടിനും ഗിൽബർട്ടിനും എന്തിട്ട് എനിക്കറിയേണ്ട കാര്യമില്ല. എന്റെ മോൻ സുമേഷിന് എന്ത് കിട്ടിയെന്ന് എനിക്കറിഞ്ഞാൽ മതി. ഈ മറ്റുള്ള പിള്ളേരായി എന്നെ വിളിച്ചു പറയേണ്ട കാര്യം എന്താണ്? അതൊക്കെ അവരുടെ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത് ആര്? ഒരു നിസ്സാര ചോദ്യമാണ്. ഇത് ചോദിച്ചിട്ട് പോലും തന്റെ മകൻ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോ ഈ ഗുരുത്വാകർഷണം ആരാ കണ്ടുപിടിച്ചാരാ? ഗുരുത്വാകർഷണം കണ്ടുപിടിച്ച സർ ഐസക് ന്യൂട്ടൻ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനാ. എങ്ങനെ കണ്ടുപിടിച്ചു? സർ ഐസക് ന്യൂട്ടൻ ഒരു ആപ്പിൾ മരത്തിന്റെ ചുവട്ടിലിരുന്നപ്പോൾ ഒരു ആപ്പിൾ വന്ന് തലേ വീണ്. അങ്ങനെയാണ് അദ്ദേഹം ചിന്തിച്ചതും അങ്ങനെയാണ് അദ്ദേഹം ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചതും. അതുപോലും തന്റെ മകൻ അറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യണം. ന്യൂട്ടനോട് ചോദിക്കേണ്ട കാര്യം ന്യൂട്ടനോട്
ചോദിക്കണം, എന്റെ മോനോട് ചോദിക്കണ്ട, എന്റെ മോനോട്. ഈ ആപ്പിള് വന്ന് തല്ല വീണോണ്ടല്ലേ ഈ ന്യൂട്ടൺ ഈ ഭൂർത്താംശം കണ്ടുപിടിച്ചേ? ആണോ? നേരെ മറിച്ചൊരു ചക്കയായിരുന്നെങ്കിൽ ഒരൊറ്റ അക്ഷരം വേണ്ടത്തില്ല ന്യൂട്ടൺ. കള്ള് ഷാപ്പല്ല, ഇത് സ്കൂളാണെന്ന് പറഞ്ഞേ. ഒരു ന്യൂട്ടൺകാരൻ എന്റെ ന്യൂട്ടനും ഭൂർത്താംശമൊക്കെ അവിടെ കിടന്നോളും കേട്ടാ. ഇപ്പൊ സംസാരിക്കുന്ന അയാളല്ല, അയാളുടെ വയറ്റുള്ള മദ്യമാണ് സംസാരിക്കുന്നത്. തനിക്ക് എന്തെങ്കിലും കള്ള് കുടിക്കണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അതെനിക്ക് തോന്നിയിട്ടുണ്ട്. എപ്പോ? സപ്പോസ് എന്നുവെച്ചാ സപ്പോസ് എന്ന് വെച്ചാൽ ഉദാഹരണം. ഒരു കാര്യം ചെയ്യും, നാളെ ഒരു ഞാൻ വരെ ഇവിടെ ഇംഗ്ലീഷ് പഠിപ്പിക്കുക.